കഴിഞ്ഞാൽ ആ ടൈറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒരു ക്ഷതം വരും. അപ്പം മാക്സിമം ഒരു ലൂസ് ചെയ്ത് ഒരു 8 to 10 സെന്റിമീറ്റർ ഒക്കെ നമുക്ക് ലൂസ് കൊടുത്തിരിക്കണം. എന്നാൽ അത് വീഴ്ചയിലാക്കാതെ എന്തായാലും ഇച്ചിരി ടൈറ്റ് ആവത്തിന് കറക്റ്റായിട്ട് അവിടെ നമുക്ക് ഇരിക്കത്തുള്ളൂ. നമുക്കായിട്ട് അവിടെ ഇട്ട് കഴിക്കാം. ഷർട്ട് ഇടുന്നതല്ല അല്ലേ? മാത്രമേ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഈ വള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഇങ്ങനെ ചുരുങ്ങി ഇരിക്കരുത്. അത് നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഉണ്ടാക്കി അത് കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ നൂർത്ത് തന്നെ വേണം ഇടാൻ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലെ ഇതിലെ ഇതിപ്പം 2 എണ്ണം ഉണ്ട് ഇങ്ങനത്തെ ഈ 2 ബെൽറ്റുകൾ. ഈ ഒരു ബെൽറ്റ് എടുത്ത ശേഷം ഓക്കെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ബന്ധിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇത് ഇപ്പം നമുക്ക് കാലിന് രണ്ടും എന്തായി സപ്പോർട്ടീവ് ആയി. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ചെസ്റ്റ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ചെസ്റ്റും ഓൾറെഡി കണക്റ്റഡ് ആയി. ഇനി നിങ്ങളിപ്പോൾ ഈ അരക്കയർ ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് 2 ഇതാണ്. ടൂൾ കിറ്റ് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കയർ കെട്ടുകയും ചെയ്യും. ഇതന്നെ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്കിലെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ആ ഒബ്ജക്റ്റിൽ അവിടെ ചിലപ്പോൾ ഈ വള്ളി അഴിക്കുന്നില്ല ഇവിടുന്ന്, അത് അവിടെ മുകളിൽ കയറിയ ശേഷം നമുക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസാണ്. കാര്യം ഇതിങ്ങനെ കുറേ വാത് പോലെ ആരോട് മുന്നിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് തന്നെ എടുത്ത ശേഷം എന്ത് ചെയ്യുക, ഇതിങ്ങനെ എനിക്ക് കഴിഞ്ഞാൽ ഇത് ലോക്ക് ഓപ്പൺ ആയി. മനസ്സിലായല്ലോ? ഇത് നമ്മളവിടെ ബുക്ക് ചെയ്ത ശേഷം നമ്മളവിടെ പണിയാം. ആ പണിയതിന് ശേഷമാണ് ഇയാൾ ഈ പണിയുന്ന ഒരാൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു വെയിൽ ഇപ്പം കുറച്ചധികമായി ചിലപ്പോൾ ഒരു അബ്നോർമൽ സ്റ്റേജിൽ നമുക്ക് താഴെ നിൽക്കുന്ന ആളോട് പെട്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർക്കും ഇത് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് തല കറങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ പുള്ളിക്ക് ചിലപ്പോൾ വീണ് പോയിരിക്കാം. ആ അവസ്ഥയിൽ പോലും എന്തായിരിക്കും ഇദ്ദേഹം എന്തിരിക്കും, നമ്മൾ ഈ തൂങ്ങുന്ന അവസരത്തിൻ്റെയും ഇതിവിടെ തന്നെ ഇങ്ങനെ പറഞ്ഞ് കടന്നിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായോ? അവിടുന്ന് വീണാലും ഇപ്പം ഇതിന് 1 മീറ്റർ ഹൈറ്റേ ഉള്ളൂ. ഏത് ഈ ലാൻഡ്യാർഡിൻ്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ ഉള്ളൂ. അപ്പോൾ ആ മുകളിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന അവിടുന്ന് കറക്റ്റ് അവിടെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ അവിടെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല. എനിക്കിപ്പോൾ എന്നെക്കാട്ടിലും ഇച്ചിരി ആയാസപ്പെടുള്ള ആളായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ചെയ്ത് കാണിക്കാറുണ്ട്. ഇതിവിടെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ തൂക്കി കാണിക്കായിരുന്നു. ഇതിൽ ഇട്ടാൽ മതിയായിരുന്നു. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തൂങ്ങി കിടക്കുന്ന നിങ്ങൾ കാണാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ കയറിന്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കയറിന് നമ്മുടേതായിട്ടുള്ള ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ്. ഇതിപ്പോൾ നമ്മൾ വേണ്ടത് KICBകൾക്ക് ഇത് ഇത്രയും ഇത് സ്റ്റാൻഡേർഡ് നീളമാണ് 1 മീറ്റർ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ടവറുകളിൽ നമ്മളിപ്പോൾ അത് മൂടിയാറുള്ള വലിയ അതായത് 220 പോലുള്ള രീതിയിലുള്ള വർക്ക് എടുക്കുന്ന ചെയ്യുന്നവർക്കും പറഞ്ഞാൽ അത് ഈ ലാനിയാർഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹുക്കിൻ്റെയാണ് വേണ്ടത്. ആ ഡബിൾ ഹുക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് കഫോൾഡ് ഹുക്കായിരിക്കും നമ്മൾ കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് ഇത് പറ്റത്തില്ല. കാര്യം അത് കേടലൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇതൊന്ന് ഹുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റത്തില്ല, എലിജിബിൾ അല്ല. ഇത് പോസ്റ്റിൽ മാത്രമേ നമുക്കിത് പറ്റത്തുള്ളൂ. അപ്പം ഡബിൾ ലാനിയാർഡിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അത് കൊടുക്കും. നമുക്കിപ്പോൾ ഈ ഫീൽഡിൽ ഇപ്പോൾ ഈ 11 kV പോയി പണിയുന്നതിന് ഈ ഒറ്റ ലാനിയാർഡുള്ള സർട്ടിഫിക്കറ്റിൻ്റെ നമുക്ക് ആവശ്യമുണ്ട്.
ഇതാണ് ഇതിനെക്കുറിച്ചുള്ളത് ഒരു സംഭവം. അതിപ്പം ഇടുന്നതിനെ കുറിച്ചുള്ളത് ഏകദേശം ഓക്കെ ഡിസ്കഷൻ ജസ്റ്റ് കാണുക. കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഇടുന്നതിനെ കുറിച്ചുള്ളത് ഏകദേശം മനസ്സിലായല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവർക്ക് ഹൈറ്റ് അല്ലെങ്കിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തൂങ്ങി കിടക്കുന്നതിനാണ് കാണാനായിട്ട് പറ്റുക. അവിടെ കിടന്നൊന്നും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 to 20 or 25 minutes നമുക്ക് എന്ത് ഇത്രയും ടൈം ഉണ്ട്. അതിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെ അതെ അത് ധരിച്ചിട്ട് എങ്ങനെയുണ്ടോ നമുക്കൊരു ഒരു ഉന്മിഷ്ടമുണ്ടോ? അതാണ് അടുത്ത പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇതാണ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിളാണ്. ചിലതൊന്നെങ്കിൽ ഇത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാണക്കേട് ഉപയോഗിച്ച് അതാണ് എനിക്ക് അറിയുന്ന ഒരു പോയിന്റ് കേട്ടോ. ഈ സാധനം ഞങ്ങൾ വർക്ക് ചെയ്ത ഒരു പക്ഷേ ലൈൻ കൺസ്ട്രക്ഷൻ ഇടയ്ക്കായിരിക്കും. അപ്പോൾ കോഴ്സ് മാത്രം അവിടെ കാണുന്നുള്ളൂ. ചിലപ്പോൾ ഒരു ക്രോസ് ആവും കണ്ടെന്നിരിക്കും. അല്ലെങ്കിൽ ഒരു ലൈഫ് ലൈൻ ഉള്ള ചാർജ് ലൈൻ ആകുമ്പോൾ മുകളിൽ കൂടെ കമ്പി കാണും. അപ്പൊ ഈ ബുക്ക് നമുക്ക് എവിടെ പാസ് ചെയ്യാൻ പറ്റും? ഇതെന്ന് പറഞ്ഞാൽ കണ്ടത്തോളം കണ്ടക്ടർ അതിൽ നമുക്കിത് ബുക്ക് ചെയ്യാം. ഓക്കെ അതിനടിസ്ഥായിട്ട് നമുക്ക് ഇങ്ങനെ വരുമല്ലോ. അതായത് പിന്നിട്ടിലേക്ക് നിൽക്കുകയല്ലേ പിന്നെ പിന്നിലാണ് പ്രോത്സാഹനം മുകളിലോട്ട് പ്രോപ്പർ കഴിഞ്ഞു. ഈ സാധനങ്ങൾ ഏതാ ഓഫീസ് സപ്ലൈ ബോർഡിൽ ഏതാ ഓഫീസിൽ സപ്ലൈ നമ്മളിവിടെ ബോർഡിൽ സപ്ലൈ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്